ചരിത്രം കുറിച്ച ആഗോള അയ്യപ്പ സംഗമം പമ്പാ തീരത്ത് സമാപിച്ചു. മന്ത്രിമാരും ജനപ്രതിനിധികളുമടക്കം നിരവധി പേരാണ് വേദിയെ സമ്പന്നമാക്കിയത്. വിദേശ പ്രതിനിധികളടക്കം 3000-ലധികം പേർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കാളികളായി. ശബരിമല മാസ്റ്റർ പ്ലാനിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. ഒക്ടോബറിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്ദർശിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ ഇടപെടൽ നടത്തും. ശബരി റെയിൽപാത, റോപ്പ് വേ എന്നിവയുടെ സ്ഥലമെടുപ്പ് പൂർത്തിയാകുകയാണെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഇവിടെ മാസ്റ്റർ പ്ലാനിന്റെ കാര്യത്തിൽ മുന്നോട്ട് വെച്ച ക്രിയാത്മക നിർദ്ദേശങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റി ഭാവിയിൽ ശ്രമിച്ച് ഗവൺമെന്റ് മുന്നോട്ട് വരും എന്നതാണ് അതിനെക്കുറിച്ച് ആദ്യമായി സൂചിപ്പിക്കുക. ഒട്ടനവധി ആളുകൾ അഭിപ്രായം പ്രകടിപ്പിച്ചവരുണ്ട്. ഒട്ടേറെ ആളുകൾ നിവേദനത്തിൻ്റെ ശൈലിയിലും അവരുടെ കയ്യിൽ കിട്ടിയ പേപ്പർ എഴുതി തന്നവരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ക്രോഡീകരിച്ച് പരിശോധിച്ച് സൂക്ഷ്മമായി അതിലോരോന്നിലും കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ച് ബഹുജന സമക്ഷം അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുക. നമുക്ക് പശ്ചാത്തല വികസന സൗകര്യത്തിൽ എയർപോർട്ടിൻ്റെ ഇപ്പോൾ എരുമേലി തെക്ക് വില്ലേജിലും മണിമല വില്ലേജിലും ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അവസാന ഘട്ടത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ മണിമലയിലെ തീർന്നു കഴിഞ്ഞു. എരുമേലി തെക്ക് വില്ലേജിൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റാണ് ഇപ്പോൾ തീരുന്നത്. അത് കഴിഞ്ഞാൽ ആ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഭാവി പ്രവർത്തനങ്ങളുടെ നീക്കങ്ങൾ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞാൽ ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ സ്ഥലമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ. ഇതിന് മുന്നാലെയാണ് റോപ്പ് വേ. റോപ്പ് വേ ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടക്കം കുറിച്ചെങ്കിലും അതിൽ വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി കൊടുക്കാത്തതുകൊണ്ട് ഫയൽ മുങ്ങിപ്പോയിരുന്നു. പ്രാധാന്യത്തോടു കൂടി ആ വിഷയത്തെ കണ്ട് റവന്യൂ ഭൂമി 5.45 ഹെക്ടർ ഭൂമി കൊല്ലം ജില്ലയിലെ വനാന്തരങ്ങളിൽ കൊടുത്ത് വനം ഭൂമിക്ക് പകരമായി ഭൂമിയുടെ കാര്യം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള എല്ലാ അനുമതിയും കിട്ടി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്ക് വേണ്ടി പേപ്പർ കേന്ദ്രത്തിൽ കൊടുത്തിരിക്കുന്നു. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. സനോജ്, ക്രിയാത്മകമായ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളത് മന്ത്രി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അത് ഏത് നിലയിൽ ശബരിമലയുടെ വികസനത്തിന് കരുത്തേകി എന്നതാണ് കണക്കിലാക്കുന്നത്? തീർച്ചയായിട്ടും രാവിലെ മുതൽ ആരംഭിച്ച ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പം മുമ്പ് സമാപന സമ്മേളനം നടന്നു. ഇപ്പോൾ വിജയ് യേശുദാസ് അവതരിപ്പിക്കുന്ന ഭക്തി ഗാനമേള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഉദ്ഘാടന സെക്ഷനിൽ മുഖ്യമന്ത്രി ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സർക്കാർ എന്താണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തവും സമഗ്രവുമായിട്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. അയ്യപ്പ സംഗമത്തിലൂടെ ഈ നാടിൻ്റെ പുരോഗതിയും ആത്മീയ ടൂറിസത്തിലൂടെ ഈ നാട് മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷം പിന്നീട് 3 സെക്ഷനുകളായിട്ട് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ചയായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടത്. ആ ചർച്ചയിൽ നിരവധി പ്രതിനിധികൾ പങ്കെടുത്തു. ഏകദേശം 250-ൽ പരം ആളുകളാണ് വിദേശത്തു നിന്നും ഉൾപ്പെടെ പങ്കെടുത്തത്. ആന്ധ്ര, തമിഴ്നാട്, തെലങ്കാന, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും 800-ൽ മുകളിൽ ആളുകളാണ് പങ്കെടുത്തത്. ഇതിനുശേഷം ഇപ്പോൾ സമാപന സമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കിയത് ശബരിമല വികസനത്തിനായിട്ട് 18-അംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. സമിതി ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പരിശോധിക്കും. ദേവസ്വം മന്ത്രി ഇതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുമെന്നും ഇത് കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടി സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വിശദമായ വിലയിരുത്തലുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി പറഞ്ഞ മറ്റൊരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ വേദിയിൽ പ്രധാന വാർത്തയായി മാറുന്നുണ്ട്. അതായത് ശബരിമല സന്ദർശനത്തിന് രാഷ്ട്രപതി എത്തുകയാണ്. അടുത്ത മാസം തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറക്കുമ്പോൾ രാഷ്ട്രപതി എത്തുമെന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ രാഷ്ട്രപതി എത്തുമെന്ന പ്രഖ്യാപനം നടന്നിരുന്നുവെങ്കിൽ കൂടി മെയ് മാസത്തിൽ രാഷ്ട്രപതി എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എങ്കിൽ പോലും പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് മാറ്റിവെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷ സാധ്യത നിലനിന്നിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം മാറ്റിവെക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും അതിനുശേഷം രാഷ്ട്രപതി കൂടി വരികയാണ്. ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോഴാണ് രാഷ്ട്രപതി എത്തുന്ന കാര്യം കൂടി മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം മന്ത്രി വി എൻ വാസവൻ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അസിത. ശരി, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ക്രിയാത്മകമായ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ സംഗമത്തിലൂടെ ഉയർന്നു വന്നു എന്നുള്ളത് അല്പം മുമ്പ് മന്ത്രിയും വിശദീകരിച്ചത് നമ്മൾ കേട്ടതാണ്.